Domine et miserere, quia peccavimus tibi. ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. തെറ്റിൻ്റെ ഭാഗത്തായിരുന്നു. ഞാൻ ബൈക്ക് ഡ്രൈവ് ചെയ്ത് സിഗ്നലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് സിഗ്നൽ ഓറഞ്ചായി. എന്നാൽ സ്വാഭാവികമായിട്ടത് ചുമലയാകുമെന്ന് അറിഞ്ഞിട്ടും ഒരു ചാൻസ് എടുത്ത് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അവിടെ ബൈക്ക് നിർത്തേണ്ടതായിരുന്നു. കാരണം മുന്നോട്ട് പോകാതിരിക്കാനുള്ള ആ മുന്നറിയിപ്പ് എനിക്ക് ലഭിച്ചതാണ്. സുവിശേഷത്തിൽ ഈശോ യഹൂദന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ കാണാൻ സാധിക്കും. ഈശോ പറയുന്നു, നിങ്ങളെന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി മാനുഷികമായിട്ട് അവർ ചിന്തിക്കുന്നത് ഇവ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എങ്ങോടെങ്കിലും പോവുകയാണെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈശോ ഈ മുന്നറിയിപ്പ് അവർക്ക് നൽകുന്നത് അവർ ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്നുള്ളൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് നമ്മളോടും ചോദിക്കുന്നു, എവിടെയാണ് നീ നിൽക്കുന്നത്? എങ്ങോട്ടാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ചിന്തിക്കാം, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങൾ വേണ്ടപ്പെട്ട ഇടങ്ങളാണോ? അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ വേണ്ടപ്പെട്ട സ്ഥലങ്ങളാണോ? ഇല്ലെങ്കിൽ തിരിച്ചു നടക്കാം, സന്തോഷത്തോടെ തിരിച്ചു നടക്കാം. കാരണം തിരിച്ചു നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടം. അവസാനമായിട്ട് സുപരിചിതമായ ആ ഉപമ പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കുന്നു, ധൂർത്തപുത്രന്റെ ഉപമ. അപ്പൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പൻ പറയാതെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കാം. എത്ര ദൂരം പോയാലും, എത്ര സമയമെടുത്താലും, എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.